എനിക്ക് രേവതി നക്ഷത്രത്തോട് ഭയങ്കര ഇഷ്ടാ. മോഹൻലാലിന്റെ നക്ഷത്രല്ലേ? ആണോ? ആ. അയ്യോ, കോഫി അണ്ണൻ ഒരു ശാസ്ത്രജ്ഞനുണ്ടല്ലോ, എന്താ അയാളുടെ പേര്? ഐൻസ്റ്റീനോ? അല്ല, ജലീലോ ജമാലോ അങ്ങനെ എന്തോ പേര്. ഗലീലിയോ? ആ, അത് തന്നെ അത് തന്നെ. ഈ ഗലീലിയുടെ നാളും രേവതിയാ. ആഹാ. ഈ രേവതി നക്ഷത്രക്കാര് പ്രശസ്തരും പണക്കാരും ആകും, ഒരുപാട് ഭൂമി വാങ്ങിക്കും, ആ, ലോകം മുഴുവൻ അവരെ അറിയും. ആണോ? സത്യം. അങ്ങനെയാണെങ്കി രേവതി നാളെ നോക്കി സിസേറിയൻ ചെയ്തെടുക്കല്ലേ ചേച്ചി? ഇപ്പൊ മിക്കവരും അങ്ങനെയല്ലേ ചെയ്യണേ. ആ. അപ്പൊ അങ്ങനെ. ആ. കണ്ണനെന്നു പേര്, രേവതി നാള്, ഉയരങ്ങളിൽ ഉയരാനൊരു രാജയോഗം. അയ്യോ, എന്റെ ചക്കരക്കുട്ട ഇങ്ങ് വന്നാ മതി. ചേച്ചി, 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 അതെ, ഈ ഗലീലിയോ ശരിക്കും രേവതി നക്ഷത്രക്കാരനാണോ? അതെ. എന്താ? ഞാനൊരു കൺഫ്യൂഷനില്ല. മകനെ നടനാക്കണോ അതോ സയന്റിസ്റ്റ് ആക്കണോന്ന്? രണ്ടായാലും നല്ലത്. എന്നാലും നടനാക്കുന്നതായിരിക്കും നല്ലത്. അതെ അതെ, നടൻ മതി. മോഹൻലാലിനെ പോലൊരു നടൻ. അപ്പൊ അത് മതി. ചേച്ചി, ചേച്ചി ഒന്ന് എണീറ്റേ. യോ, എന്താ? അതെ, ഇപ്പൊ രേവതി നക്ഷത്രക്കാർക്ക് നല്ല സമയാണോ? രേവതിക്കാർക്ക് നല്ല സമയേ ഉള്ളൂ. കൂടുതൽ അറിയണെങ്കിലേ ജോത്സ്യനോട് ചോദിക്കണം. അല്ലേ ചേച്ചി, ഈ രേവതി നക്ഷത്ര ഉറങ്ങിയോ? ജോത്സ്യനോട് ചോദിക്കാം. ദാ 30 രൂപയുണ്ട്. മായേ, ദേ അശോകൻ വന്നു. എന്താ ലീലാമ്മ ചേച്ചി ചിരിക്കുന്നു? എന്താ ഭയ? നിങ്ങൾക്ക് എന്താ വട്ടായോ? എന്തിനാ ചിരിക്കുന്നെന്ന് പറ. നിങ്ങള് കാര്യം പറയുന്നുണ്ടോ? എന്തോ ഗുരുതരമായ കോമഡി ആണല്ലോ. എന്താ അത്? പറയാം. ആദ്യം പോയ കാര്യം എന്തായെന്ന് പറ. ആദ്യം ഇത് പറ. വിശേഷമുണ്ട്. എന്ത് വിശേഷം? വിശേഷം വേറൊന്നുമല്ല, അശോകൻ അച്ഛനാവാൻ പോണൂന്ന്. ചെലവ് തന്നെ. നീ ഒരു ചായ എടുക്ക്. ഇനി എല്ലാവർക്കും ചെലവ് ചെയ്യണമെന്നാ ഉദ്ദേശിച്ചത്. ഇനി 3 നേരം നല്ല ഫുഡ് കഴിക്കാം. അശോകേട്ടൻ എന്താ ഒരു സന്തോഷമില്ലാത്ത? ആര് പറഞ്ഞു സന്തോഷമില്ലെന്ന്? സന്തോഷം കൊണ്ട് അശോകേട്ടനെ വാരിയെടുത്ത് സ്ലോ മോഷനിലെ വട്ടം കറക്കുമെന്നാ ഞാൻ കരുതിയത്. ഇനി ആ രീതിയിൽ സന്തോഷം പ്രകടിപ്പിച്ചില്ലെന്ന് വേണ്ട. വന്നേ. എങ്ങോട്ട്? പുറത്തേക്ക്. എന്തിനാ? സന്തോഷം പ്രകടിപ്പിക്കാനേ. വാ വന്നേ, പറയട്ടെ. വാ. അയ്യോ,
അശോകേട്ട വിട്. ഇന്ന് സന്തോഷം പ്രകടിപ്പിച്ചിട്ട് വേറെ അയ്യോ, കാര്യമുണ്ട്. നാട്ടുകാര്. അതും അയ്യോ, സ്ലോ അയ്യോ, മോഷൻ. അമ്മേ. അശോകേട്ട വിട്. വേണ്ട, അങ്ങ് നിർത്ത്. ഒരു ഗർഭിണികളും സന്തോഷം പ്രകടിപ്പിച്ചില്ലെന്ന് പരാതി പറയാൻ പാടില്ല. ആ, അശോകേട്ട. ഞാൻ വീഴും. അയ്യോ. ഇതാണ് ചേച്ചി. ആ, ദേ. ഞാനിനി സ്വർഗത്തിലെ കട്ടറുമ്പായി ഇവിടെ നിൽക്കണില്ല. ചേച്ചി പോയിട്ട് ചേച്ചി പോയിട്ട് മായയുടെ പ്രസവം എടുക്കുമ്പോ വരാം. ഹോസ്പിറ്റലിലെ കൂട്ടിരിപ്പൊക്കെ ലീലാം ചേച്ചിക്ക് വിട്ടു തന്നേക്കണം കേട്ടോ. ഓ ആ, അശോകം വട്ടം കറിക്കോളൂ, ഞാൻ ഇറങ്ങാം. ആ സന്തോഷം മതിയോ അതോ ഒന്നുകൂടെ വേണോ? അയ്യോ, അയ്യോ, മതി മതി മതി. ഹാപ്പി ആയല്ലോ. ഈ ഗർഭിണികൾക്കുള്ള മരുന്നിനൊക്കെ ഭയങ്കര വിലയാ. ഈ മരുന്നിനൊക്കെ കൂടെ 10-400 രൂപയായി, അറിയാമോ? ഇതൊന്നും നിത്യേന വാങ്ങേണ്ട മരുന്നുകളല്ലല്ലോ. എന്നാലും ഇരിക്കട്ടെ. ആ, സുമു വിളിച്ചിരുന്നു. എന്തിനാ? പ്രസവം ഏതാശുപത്രിയിലാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മദർ ആൻഡ് ബേബി ഹോസ്പിറ്റലാണെന്ന്. പ്രസവം അവിടെ മതി. ഒരു മദറും ഒരു ബേബി. അവിടെ റേറ്റ് എത്രയാണെന്നറിയാമോ? നോർമൽ ഡെലിവറിക്ക് മാത്രം 20,000 രൂപയാ. എന്നാലും അവിടെ മതി. പ്രസവം എവിടെയാണെന്ന് അറിഞ്ഞാൽ നമുക്കൊരു അന്തസ്സല്ലേ. അശോകേട്ടാ, AC പേവാടാ, പിന്നെ വിസിറ്റേഴ്സിന് സെപ്പറേറ്റ് റൂമുണ്ട്. ഈ അശോകേട്ടാ, ഇതുപോലുള്ള അവസരങ്ങളല്ലേ ബന്ധുക്കാരുടെ പരിചയക്കാരുടെ മുമ്പിൽ നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റൂ. അത് ശരി. അപ്പൊ നീ ഷൈൻ ചെയ്യാനാണ് ഗർഭിണിയായതല്ലേ? ഞാൻ നോക്കിയിട്ട് സർക്കാർ ആശുപത്രിയാണ് പറ്റിയത്. സർക്കാർ ആശുപത്രിയല്ലോ. സർക്കാർ ആശുപത്രിക്ക് എന്താ ഒരു കുഴപ്പം? ഡെയിലി എത്ര പ്രസവങ്ങൾ നടക്കുന്നത്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ ഏത് ആശുപത്രിയിലുണ്ട്? അത് പറ. എന്നാലും എന്റെ മുഖത്ത് നോക്കി അശോകന് ഇത് പറയാനുള്ള ധൈര്യം കാണിച്ചല്ലോ. അപോഷനായി പോലും എനിക്ക് ഇത്രയ്ക്ക് സങ്കടം തോന്നുകയില്ലായിരുന്നു. അനന്തം മുതലാളിയുടെ മോള് വെറും ഗവൺമെന്റ് ആശുപത്രി കിടന്ന് പ്രസവിക്കണമെന്നല്ലേ? ആനന്ദം മുതലാളിയെ വിട്. ഡോക്ടർ ലക്ഷ്മി അമ്മാളുടെ ഹോസ്പിറ്റല് വലിയ കുഴപ്പമില്ല. നോർമൽ ഡെലിവറിക്ക് 7,000, സിസേറിയന് 10 ചാർജ് ചെയ്യുന്നത്. അവിടെ ആയാലെന്ത്? ലക്ഷ്മി അമ്മാളെ അത് ശരിയാവില്ല. മീഡിയം ലെവലുള്ള ആൾക്കാർ അവിടെ പോകുള്ളൂ, നമുക്കത് ശരിയാവില്ല. പറഞ്ഞ പോലെ നമ്മൾ സ്ട്രോങ് ഫാമിലി അല്ലേ. കഴിഞ്ഞ മാസമാണ് ഒരു ബ്ലേഡുകാരൻ ഫാമിലി ആയിട്ട് ഇവിടെ താമസത്തിന് വന്നത്. അത് മറക്കണ്ട. ദേശോട്ടാ, പലിശയ്ക്ക് പണം എടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല, പ്രസവിക്കുന്നെങ്കിൽ നല്ല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ തന്നെ പ്രസവിക്കണം. ഞാൻ നോക്കട്ടെ, എഡ്യൂക്കേഷൻ ലോൺ പോലെ പ്രസവത്തിന് ലോൺ വല്ലതും ബാങ്കിൽ നിന്ന് കൊടുക്കുന്നുണ്ടോന്ന്. മായേ, നീ എന്തായി കാണിക്കുന്നത്? സാമ്പാർ വെക്കാനുള്ള ശ്രമം. നീ ഈ സാമ്പാറിൽ കായം ചേർക്കാറില്ലേ? ആ, ഇനി മേലിൽ ഇവിടെ സാമ്പാർ വെക്കരുത്. ശരി, എന്നാ രസം വെക്കാം. ഈ രസത്തിൽ കായം ചേരുവോ? ചേരും. ആ, എന്നാ രസം വെക്കണ്ട. ഈ അശോകേട്ടന് എന്ത് പറ്റി? മായേ, ഈ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കായത്തിന്റെ മണം ശ്വസിക്കാൻ പാടില്ല. ആര് പറഞ്ഞു? ആരും പറഞ്ഞതല്ല, ഈ പുസ്തകത്തിൽ അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. ആര്? മുഖവില 60 രൂപ. ദേ, ഗർഭം ഇന്ന്, ഇന്നലെ, നാളെ, പ്രസവത്തിലെ കാണാക്കടമ്പകൾ, കുഞ്ഞിനെ അറിയാൻ. ദാ, ഇത് സുഖപ്രസവത്തിനുള്ള 101 കുറുക്കു വഴികൾ, ലേറ്റസ്റ്റ് എഡിഷൻ ആണ്. വായിച്ചു നോക്ക്. മയ, നീ എന്തായി കാണിക്കുന്നത്? കൈ അത്രയും ഉയർത്താൻ പാടില്ല. ഗർഭാവസ്ഥയിൽ സ്ത്രീകൾ കഴിയുന്നത് ദേ ഇങ്ങനെ കൈ ലംബമായി തൂക്കിയിട്ട് വേണം നടക്കാൻ. അല്ല, ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യുന്ന ആരാണോ അന്നേരം? ജോലി ചെയ്യാം, പക്ഷേ കൈ പരമാവധി 10 ഡിഗ്രി വരെ മാത്രമേ ഉയർത്താവൂ. ആ, നീ ഫ്രൂട്ട്സ് എല്ലാം കൊണ്ട് ഈ റൂമിൽ വെക്ക്. മായ, അങ്ങനെ എടുത്തൂടാ. മായ, നീ ഇത്ര വേഗത്തിൽ നടക്കരുത്.
അത് ശരീര പാർശ്വകളിലെ കലകളെ സമ്മർദ്ദത്തിൽപ്പെടുത്തും. ഗർഭസ്ഥ ശിശുവിൽ നമ്മൾ അശോകേട്ടോ, അതെ, പഴയ കാലത്ത് ഇങ്ങനെ പുസ്തകം നോക്കിയാണോ സ്ത്രീകൾ പ്രസവിച്ചിരുന്നത്? നമ്മുടെ മുത്തശ്ശിമാരും അവരുടെ മുത്തശ്ശിമാരും ഇങ്ങനെ പുസ്തകം നോക്കിയിട്ടല്ല പ്രസവിച്ചിരുന്നത്. പതർച്ചയുണ്ട്. ഇരിക്ക് ഇരിക്ക് ഇരിക്ക്. അമ്മച്ചി എന്നെ കൊല്ലും. പതർച്ചയുണ്ട് ആ മുഖത്ത്. തള്ളിയിട്ടാ പോ. അതല്ല, വൈറ്റമിന്റെ കുറവാ. ദിവസം 3 നേരം ഓരോ ആപ്പിൾ വീതം കഴിക്കണം. കാശ്മീരി ആപ്പിളാ, കഴിച്ചോ. ഈ അശോകേട്ടാ, പോടുന്ന്. അയ്യോ, ഇങ്ങനെ കിടക്കരുത്. സ്റ്റഡി ആയിട്ട് കിടക്കണം. നേരെ ഈ മനുഷ്യൻ. ഇങ്ങനെ ആണ്ടാ, സ്റ്റഡി ആയിട്ട് ഇങ്ങനെ. തീർന്ന പുസ്തകത്തിലെ പാഠങ്ങള്? ഇല്ല, നീ ഇപ്പൊ ഒരാപ്പിള് കഴിക്ക്. നല്ല ആപ്പിളാ, കാശ്മീരി. എന്താ മായക്കുട്ടി പരിപാടി? നാട്ടുനടപ്പനുസരിച്ച് ആദ്യ പ്രസവം പെണ്ണിന്റെ വീട്ടിലാ. ഞാൻ വീട്ടിൽ വിളിച്ച് വിശേഷം പറയട്ടെ? കുറച്ചുകൂടി കഴിയട്ടെ. വിളിച്ചു പറഞ്ഞാലും ഇവിടെ വന്ന് നിൽക്കാനും നോക്കാനും സൂക്കേടുകാരനെ നിന്റെ അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ. കണ്ണങ്കരയിലെ മാമിനെ വിളിച്ചു പറയാൻ സഹായത്തിന് അവരും നിൽക്കട്ടെ. അത് വേണ്ട. നിന്റെ സഹായത്തിന് കാര്യങ്ങൾ അറിയാവുന്ന ഒരു പ്രായമായ സ്ത്രീയെ തന്നെ ഞാൻ ഏർപ്പാടായിക്കൊള്ളാം. എന്താ? അതൊക്കെ പോട്ടെ. നിനക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിക്കാൻ കൊതി തോന്നുന്നുണ്ടോ? എന്ത് വേണം? എത്ര എണ്ണം? എനിക്ക് വേണമെന്നില്ല. രണ്ടും എനിക്കോ? അപ്പൊ തട്ടുദോശയും രസോടെ വാങ്ങിച്ചോണ്ടരാ. ഞാൻ പോയിട്ടരാ.
ആരെ കാണില്ല. ആ? ആ. ഏ? ആ പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. ആ ഇവിടെ ഇവിടെ പൊയ്ക്കോ. ഇവിടെ നിർത്ത് ഇവിടെ നിർത്ത് ഇവിടെ നിർത്തടാ ഇവിടെ. നിക്കടാ ഇവിടെ നിക്കടാ. അവനെ ഞാൻ പിടിച്ചോളാ. നീ അവിടെ നിക്ക്. ബുക്ക് പേപ്പർ കറക്റ്റ് ആണ്. ടാക്സ് അടച്ചിട്ടുണ്ട്. ബാക്കി എല്ലാം കറക്റ്റ് അല്ലേ? വണ്ടിയുടെ എയറൊക്കെ ഉണ്ടല്ലോടാ? അതെ ഒരു 200 രൂപ എടുത്ത് നീ. ഒരു അത്യാവശ്യത്തിനാണേ എടുക്കണ്ട. ആര് കാണണ്ട. അത് നിങ്ങൾ ഇത് ഇവിടെ ഇരിക്കട്ടെ തൽക്കാലം. അപ്പൊ നീ ഒരു കാര്യം ചെയ്യണം. നീ വണ്ടി നമ്പർ അതെ വാ. ഇതെന്റെ അച്ഛന്റെ പെങ്ങളുടെ മോനാണ് ഇയാളേ. ഇതാ വളവില്ലേ അവിടെ ഒന്ന് ഇറക്കി വിട്ടേ കിട്ടാ. എവിടെയാ സാർ? അതെ അല്ല അവിടെടാ. കയറിക്കോ കയറി. വിളക്കങ്ങട് ഇങ്ങോട്ട് വിളക്കടാ. പൊയ്ക്കോ സാർ. ഇപ്പൊ 3 പേരുണ്ട്. 3 പേര് കുഴപ്പമില്ല. ഓവർലോഡ് കയറിയാലും കുഴപ്പമില്ല. പൊയ്ക്കോ. ഓ നീ ഏത് അങ്ങോട്ട് മാറിക്ക്. നിർത്തണ ഇവിടെ നിർത്താൻ. അടിച്ചു നിന്നെ കൊല്ലും ഞാൻ. നിങ്ങൾ പോയില്ലേ? എന്താ ഇവിടെ കിടന്ന് കറക്കണത്? പോടാ പോകാൻ. നീ കയറിയില്ലേ? 3 പേരുണ്ട്. 3 പേര് അടിച്ചിന്റെ കയറ. അതൊന്ന് പരിക്കണ്. പോ പോ വണ്ടി വിട് പോ. അതാരാണാ വന്നത്? നല്ല പരിചയമുണ്ടല്ലോ. ഈശ്വര. വണ്ടി എടുത്തോ. വണ്ടി എടുത്ത് നിർത്താൻ. അയ്യോ എന്നെ കൊല്ലാൻ തന്നെ. സോറി സാർ, ബ്രേക്കില്ല. ഒറ്റയടിയെന്നല്ലേ? ബുക്കും പേപ്പറും ലൈസൻസും എല്ലാം കറക്റ്റ് ആണ് സാർ. പക്ഷേ നിങ്ങളാള് കറക്റ്റ് അല്ല. ഗർഭിണിയായ ഭാര്യ ബൈക്കിന്റെ പിന്നിലെത്തി യാത്ര ചെയ്തതിന് നിങ്ങൾ പെറ്റി അടച്ചേ പറ്റൂ. മായക്ക് എത്ര മാസായി? 6. 5 മാസം. 5 കൊഞ്ചിയ കാറ്റേ. നീ പിഞ്ചു കിടാങ്ങളെ കണ്ടോളൂ. ഈ സമയത്ത് 2 വീലറിന് യാത്ര ചെയ്യാൻ പാടില്ലെന്ന് മായക്ക് അറിഞ്ഞൂടെ? കഷ്ടമുണ്ട് കേട്ടോ. മായ ജീപ്പിലേക്ക് കയറി ഞാൻ വീട്ടിൽ കൊണ്ട് വിടാം. വേണ്ട, ഞങ്ങൾ ബൈക്കിൽ പോക്കോളാം. ഈ ബൈക്കിലിരുത്തിയാ? അത് വേണ്ട, അത് ഞാൻ സമ്മതിക്കില്ല. മായ ഞാൻ പറയുന്ന അനുസരിക്ക്. കുണ്ടുകുഴി നിറഞ്ഞ റോഡാ. ആണുങ്ങൾ അങ്ങനെ പലതും പറയും. നമ്മൾ സ്ത്രീകൾ വേണ്ട അതൊക്കെ സൂക്ഷിക്കാൻ. മായ വണ്ടിയിലേക്ക് കയറ്. സുരക്ഷിതമായിട്ട് ഞാൻ കൊണ്ടുവിടാം. അല്ലെങ്കിൽ വേണ്ട, ഹസ്ബൻഡ് ജീപ്പിലേക്ക് കയറിക്കോ. ഞാൻ ബൈക്കിൽ പൈലറ്റായിട്ട് വന്നോളാം. സഹോദരി കയറിക്കോളൂ. കയറൂ സഹോദരി, പതുക്കെ കയറും. ഈ ബൈക്ക് എടുത്ത് പുറകോ. ഇവിടെ 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 പിടിച്ച് കയറിക്കോട്ടാ. അതെ, ഈ വടിയൊന്ന് പിടിച്ചോട്ടാ. ഫോളോ മീ. ഓ ശരി ശരി. വന്നോളൂ. പായുന്നയാകാശമീ ഞാൻ തുമ്പിവാ തുമ്പക്കുടത്തിന് തുഞ്ചത്തായി. ഇപ്പൊ മായ വിചാരിക്കണ്ടാവും ഞാൻ എല്ലാ വണ്ടി ഓടിക്കും. ഗിയറൊക്കെ ഇപ്പൊ എങ്ങോട്ടാണ് വിടുന്നത്? ഓ താങ്ക്സ്. ഇതുവരെ വന്നതല്ലേ, ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടോ? ചായയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. മായേ, ദിവസം ഒരു 6 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം കേട്ടാ. കുടിക്കുന്നുണ്ട്. ഹസ്ബൻഡേ, നിങ്ങൾ കുടിച്ചാൽ പോരാ, ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെതായ ചില നിഷ്ഠകളും ശീലങ്ങളും ഒക്കെ. നിങ്ങൾ വാ, ഞാൻ പറഞ്ഞുതരാം.